കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡും ഡിപ്പോയും ഇല്ലാത്ത മലബാറിലെ ഏറ്റവും വലിയ 10 പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. 10-ാമത്തേത് ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഇരിട്ടി. ഇരിട്ടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഇരിട്ടി. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇരിട്ടി. 9-ാമത്തേത് പേരാമ്പ്ര. കൊയിലാണ്ടി താലൂക്കിൻ്റെ ഭാഗമാണ് പേരാമ്പ്ര. കാലിക്കറ്റിൽ നിന്നും 38 കിലോമീറ്ററും വടകരയിൽ നിന്നും 23 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പേരാമ്പ്ര. എട്ടാമത്തേത് കുറ്റ്യാടി. വടകര താലൂക്കിൻ്റെ ഭാഗമാണ് കുറ്റ്യാടി. കുറ്റ്യാടി ചുരത്തിൻ്റെ പേരിലാണ് കുറ്റ്യാടി അറിയപ്പെടുന്നത്. കാലിക്കറ്റിൽ നിന്നും 52 കിലോമീറ്ററും വടകരയിൽ നിന്നും 24 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുറ്റ്യാടി. 7-ാമത്തേത് കൊയിലാണ്ടി. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൊയിലാണ്ടി. കൊയിലാണ്ടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കൊയിലാണ്ടി. കാലിക്കറ്റ് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൊയിലാണ്ടി. കാലിക്കറ്റിൽ നിന്നും കണ്ണൂർ റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 6-ാമത്തേത് വളാഞ്ചേരി. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വളാഞ്ചേരി. കാലിക്കറ്റ് തൃശ്ശൂർ റൂട്ടിലാണ് വളാഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വളാഞ്ചേരി. കുറ്റിപ്പുറമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. തിരൂർ താലൂക്കിൻ്റെ ഭാഗമാണ് വളാഞ്ചേരി. 5-ാമത്തേത് പട്ടാമ്പി. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പട്ടാമ്പി. പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പട്ടാമ്പി. പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പട്ടാമ്പി. ഭാരതപ്പുഴയുടെ തീരത്താണ് പട്ടാമ്പി പട്ടണം സ്ഥിതി ചെയ്യുന്നത്.
നാലാമത്തേത് തളിപ്പറമ്പ്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തളിപ്പറമ്പ്. ദേശീയപാത 66 തളിപ്പറമ്പ് പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തളിപ്പറമ്പ്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ 20 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. മൂന്നാമത്തേത് കോട്ടക്കൽ. കാലിക്കറ്റ് തൃശ്ശൂർ റൂട്ടിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോട്ടക്കൽ. തിരൂർ താലൂക്കിൻ്റെ ഭാഗമാണ് കോട്ടക്കൽ. തിരൂരാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പേരിലാണ് കോട്ടക്കൽ അറിയപ്പെടുന്നത്. കാലിക്കറ്റിൽ നിന്നും 46 കിലോമീറ്ററും തിരൂരിൽ നിന്നും 13 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. രണ്ടാമത്തേത് തിരൂർ. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ. തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തിരൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തേത് മഞ്ചേരി. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മഞ്ചേരി. ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി. മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മഞ്ചേരി. ആദ്യകാലത്ത് മലപ്പുറം ജില്ലയുടെ വാണിജ്യ സ്ഥിരാ കേന്ദ്രമായിരുന്നു മഞ്ചേരി. മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്ത് ആയിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാലിക്കറ്റിൽ നിന്നും 46 കിലോമീറ്ററും തിരൂരിൽ നിന്നും 39 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.